രോഹിതേട്ടാ, ഇനി ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾ, വോട്ടെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വേണമെങ്കിൽ മണിക്കൂറുകൾ എന്ന് വേണമെങ്കിലും പറയാം. പത്തനാപുരത്ത് വലിയ പോരാട്ടമാണ് എല്ലാ ചാനലുകളും അതുപോലെ നമ്മളും പ്രവചിക്കുന്നത്. അപ്പോൾ KB ഗണേഷ് കുമാറിന്റെ പ്രചാരണാർത്ഥം അവിടെ വേടൻ വരുന്നു എന്ന വാർത്തയാണ് ഇന്നത്തെ ഹോട്ട് ന്യൂസ്. അപ്പോൾ വേടൻ ഇറങ്ങി പത്തനാപുരത്തെ ഇളക്കി മറിക്കാൻ KB ഗണേഷ് കുമാറിന് അത് വോട്ടുകളായി മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? വേടൻ ഇറങ്ങി ഓളം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെയും പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെയും അതിർത്തിയായ മേലില പഞ്ചായത്തിലെ കിഴക്കേത്തിരിവ് പള്ളിമുക്കിൽ ആരംഭിച്ച് പത്തനാപുരം കല്ലിങ്കടവ് പാലം വരെ ആയിരിക്കും സാധാരണ. അതാണ് ഒരു റൂട്ട്. ഈ റൂട്ടിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അത് ബഹുമാനായ വടകരയുടെ MP ഷാഫി പറമ്പിലിന്റെ ഒരു റോഡ് ഷോ ആയിരുന്നു. ഷാഫി പറമ്പിലെ റോഡ് ഷോയിലേക്ക് വലിയ തരത്തിൽ പ്രവർത്തകർ ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടതാണ്. അന്ന് അവിടെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്നതാണ്. അവിടെ ഈ പറയപ്പെടുന്ന തരത്തിൽ ആ നാട്ടിലുള്ള കോൺഗ്രസ് അനുഭാവികളായ ഷാഫി പറമ്പലിനെ കാണാൻ വന്ന ആളുകളൊക്കെ വലിയ രീതിയിൽ തടിച്ചുകൂടി. അപ്പോൾ സ്വാഭാവികമായും ഈ റോഡ് ഷോയ്ക്ക് ഒരു ചെക്ക് വെക്കേണ്ട ആവശ്യം KB ഗണേഷ് കുമാറിന്റെയാണ്, ഇടതുപക്ഷത്തിന്റെയാണ്. ആ ചെക്ക് വെപ്പിന് ആര് എന്നൊരു ചോദ്യമുണ്ട്. അതിലേറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഗണേഷ് കുമാറോടെ മത്സരിക്കുന്ന സമയത്ത്, അത് UDF സ്ഥാനാർത്ഥിയായിട്ടായാലും LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്ന സമയത്ത് ഒരുപാട് താരപ്രചാരകരെ അവിടേക്ക് കൊണ്ടുവരാറുണ്ട്. ഗണേഷ് കുമാർ UDFിൽ നിന്ന് LDFിലേക്ക് പോയതിനു ശേഷം ഒരു പരാജയ ഭീതി ഗണേഷ് കുമാറിനുണ്ടായി. അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് PV ജഗദീഷ് കുമാറാണ്. അത് ജഗദീഷാണ്. BJPയിൽ നിന്ന് ഭീമൻ രഘു ആയിരുന്നു സ്ഥാനാർത്ഥി. പുള്ളി ഇന്ന് ഇടതുവശത്താണ്. ഈ പറയപ്പെടുന്ന ജഗദീഷ് കുമാർ അനാവശ്യമായ ഒരു സ്ഥാനാർത്ഥിത്വമായി അവിടെ പോയി. കാരണം പിന്നീട് പുള്ളിക്ക് മനസ്സിലായി സിനിമാ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഗണേശന്റെ പ്രീതി വേണമെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടി പിന്നെ ഗണേശനെ സപ്പോർട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. ഈ ജഗദീഷിനെ വാളകൻ ജംഗ്ഷനിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. കാരണം അധികം വർഷമൊന്നും ആയിട്ടില്ല, 10 വർഷം മുമ്പാണ്. എന്നൊക്കെ നമ്മളൊക്കെ തിളച്ചു നിൽക്കുന്ന പ്രായമാണ്. ഇതിൻ്റെ 25ാമത്തെ വയസ്സിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു സമയമാണ്. അന്ന് നാഷണൽ ഹൈവേയും MC റോഡും ഒരുപോലെ ബ്ലോക്ക് ആയിക്കൊണ്ട് ഒരു വലിയ പ്രചരണ പരിപാടിയാണ് PV ജഗദീഷ്. അന്ന് ഭയങ്കര മുട്ടൻ കലിപ്പാണ്. കാരണം ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന വികാരം, ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുന്നു, അതിനുശേഷം ഇയാള് LDFിൽ പോകുന്നു, പത്തനാപുരത്ത് മത്സരിക്കുന്നു, അതുവരെ പൊന്നേ കരളെന്ന് വിളിച്ചുകൊണ്ട് നടന്നവരൊക്കെ ശത്രുപക്ഷത്തേക്ക് പോകുന്നു. ഈ ഗണേഷ് കുമാറിനെ തെറി വിളിച്ചുകൊണ്ട് നടന്ന ഇടതുപക്ഷം CPMഉം CPI ഒക്കെ ജഗദീഷ് കുമാറിനെ പെട്ടെന്ന് വികസന നായകനാക്കുന്നു, ജനപ്രിയനാക്കുന്നു. അന്ന് പക്ഷേ ഈ ജഗദീഷ് കുമാറിന്റെ പെർഫോമൻസ് പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ മോശമായതുകൊണ്ട് 25,000-അടുത്ത് വോട്ടുകൾക്കാണ് ഗണേഷ് കുമാർ അവിടെ ജയിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ സിനിമാ ലോകത്തെ 3 പേർ മത്സരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിൽ പോലും ഗണേഷ് കുമാർ അന്ന് കൊണ്ടുവന്നത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെയും മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകൻ പ്രിയദർശനെയൊക്കെയാണ് താരപ്രചരണത്തിനായി കൊണ്ടുപോകുന്നത്. അന്ന് മോഹൻലാൽ പത്തനാപുരത്ത് വന്നിട്ട് വോട്ട് ചോദിച്ചില്ല. പക്ഷെ ഗണേഷ് കുമാറിന്റെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡിപ്ലോമാറ്റിക്കായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഒരു ആനയെ എടുത്ത് കണ്ടത് കിഴുട്ട് തറവാട്ടിലാണ്, അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാല അവിടേക്ക് ഇലക്ഷൻ വരുന്നു, ആദ്യമായി മത്സരിക്കാൻ വരുന്നു. പുള്ളി ഇവർ ആരോപിക്കുന്ന പോലെ അഞ്ചലുകാരനാണ്. പുള്ളി തിരുവനന്തപുരത്ത് ഫാമിലി ആയിട്ട് താമസമായിരുന്നു. സ്വാഭാവികമായിട്ടും നീ ആരാ ഇവിടെ മത്സരിക്കാൻ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകുന്നു. ഇദ്ദേഹത്തെ അത്ര വലിയ സംഭവമായിട്ടൊന്നും കാണുന്നില്ല. ഇപ്പൊ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി വന്നു എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷേ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന, കൃത്യമായി ഇലക്ഷൻ മാനേജ്മെന്റ് അറിയാവുന്ന ആളാണ് ജ്യോതികുമാർ ചാമക്കാല. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFിന്റെ വലിയ വിജയം പലയിടങ്ങളിലും ഉണ്ടായെങ്കിൽ അതിന്റെ പിന്നിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സീറ്റ് തർക്കങ്ങൾ പലയിടത്ത് വന്നപ്പോഴും ആദ്യം പ്രഖ്യാപിച്ച സീറ്റുകളിൽ പത്തനാപുരം വന്നത്. കാരണം VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രിയങ്കരനായ നേതാവായി ജ്യോതികുമാർ ചാമക്കാല മാറും. അയാളുടെ ഒരു ഡെഡിക്കേഷൻ, അയാളുടെ ടാലന്റ്, കൃത്യമായ നേതൃത്വം മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് AICCക്കും സ്വീകാരനായ ആളാണ് ജ്യോതികുമാർ ചാമക്കാല. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു പരിപാടി വന്നപ്പോൾ കുറച്ച് സീരിയൽ താരങ്ങളെയൊക്കെ വെച്ച് റോഡ് ഷോയൊക്കെ ആയിട്ട് ഗണേഷ് കുമാർ, കാരണം 25,000 വോട്ടിന് ജയിച്ചതാണ്, ഇത്തവണ വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇലക്ഷനിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് KB ഗണേഷ് കുമാറിനെ കൊണ്ട് കെട്ടാൻ ആദ്യമായി ആ മണ്ഡലത്തിലേക്ക് വന്ന ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗണേശൻ അപകടം പടർത്തു. അപ്പോഴും ഗണേശൻ വിചാരിച്ചത് എന്താണ്, ഇയാളൊക്കെ തിരിച്ചു പോകും, വന്നു തോറ്റു തിരിച്ചു പോകും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം ഈ ജ്യോതികുമാർ ചാമക്കാല ചെയ്തത് തനിക്ക് വേണ്ടി പ്രവർത്തിച്ച സകല വീട്ടുകാരുടെ അടുത്തേക്ക് പോയി, പ്രവർത്തകരുടെ അടുത്തേക്ക് പോയി നന്ദി പറഞ്ഞു. ഒരു വോട്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പത്തനാപുരത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അദ്ദേഹം അവിടെ താമസം ആരംഭിച്ചു. പിന്നീട് കഴിഞ്ഞ 5 വർഷക്കാലവും അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ വീട്ടിലേക്കോ അഞ്ചലത്തെ വീട്ടിലേക്കോ
വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രം സന്ദർശകനായി പോകുന്നു തിരിച്ചു. അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ കുടുംബം പത്തനാപുരത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. 5 വർഷക്കാലം പത്തനാപുരത്ത് എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അത് ഇടതുപക്ഷക്കാരന്റെ വീട്ടിലായാലും BJP-കാരന്റെ വീട്ടിലായാലും കോൺഗ്രസ്സുകാരുടെ വീട്ടിലായാലും നിഷ്പക്ഷമതികളായ ആളുകളുടെ വീട്ടിലായാലും പോയിട്ടുണ്ട്. അവിടെയെല്ലാം ജ്യോതികുമാർ ചാമക്കാല തന്റെ പ്രസൻസ് അറിയിച്ചിട്ടുണ്ട്. അതിൽ ആക്ഷേപവും കേട്ടിട്ടുണ്ട്. ഉണ്ട്. ശവപ്പെട്ടിക്കാരന്റെ മനസ്സുമായി ഒരാൾ നടക്കുന്നു എന്നാണ് ഗണേഷ് കുമാർ അതിനെ ആക്ഷേപിച്ചത്. അവിടെ കൃത്യമായ സമരമുഖങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് 5 വർഷവും പത്തനാപുരത്ത് നിറഞ്ഞു നിന്നു ജ്യോതികുമാർ ചാമക്കാല. ഇത്തവണ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിക്കൊക്കെ ഒപ്പം പോകുമ്പോൾ സാധാരണക്കാരായ അമ്മോര് ഈ മോൻ എന്റെ വീട്ടിൽ മരണം നടന്നപ്പോൾ വന്നല്ലേ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ഇതിനെ ഗണേഷ് കുമാർ വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. വലിയ ഭയം ഇടതുപക്ഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ ഇല്ലാ കഥകളും ഇല്ലാ കേസുകളും ഒക്കെ ആയി രംഗത്ത് വരുന്നു. മൊത്തത്തിൽ കാറ്റ് ട്രെൻഡ് UDF-ന് അനുകൂലമായി നിൽക്കുന്നു കേരളം മുഴുവൻ. അതിനും അപ്പുറത്തേക്ക് NSS-ഉമായി ബന്ധപ്പെട്ട് പത്മാകഭയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറും NSS-ഉമായി ഇടയുന്നു. NSS-ന്റെ അച്ഛൻ ഗണേഷ് കുമാറിന്റെ അച്ഛൻ 10-60 വർഷം കൈയാളിയിരുന്നൊരു പോസ്റ്റ് പാരമ്പര്യം പോലെ മകനെ കിട്ടിയത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ അദ്ദേഹത്തിനെതിരെ ചില വിഷയങ്ങൾ വക്കോളം എത്തിയിട്ട് സ്നേഹത്തിന്റെ പേരിൽ എസ്കേപ്പ് ആയി പോകുന്ന കാഴ്ചകൾ. പക്ഷെ ഇതിനൊന്നും പൊളിറ്റിക്കലി ആരും ഉപയോഗിച്ചിട്ടില്ല, ജ്യോതികുമാർ ചാമക്കാല ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് വരെ അത് സംബന്ധിച്ചൊരു വാചകം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിഭീകരമായ ഒരു ഭയം ഗണേഷ് കുമാർ ക്യാമ്പിന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പ്രചാരണത്തിലും ദൃശ്യമാണ്. അതെ, കൃത്യമായി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, R ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇതിനിടയിൽ ഗണേഷ് കുമാറിനൊരു നാക്കുവഴി ഉണ്ടാകുന്നു. എന്നെ പൊളിറ്റിക്കലി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഗണേഷ് കുമാർ നൽകുന്നു. ആരാണ് ഇദ്ദേഹത്തെ പൊളിറ്റിക്കലി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? ഒന്ന് അദ്ദേഹത്തിന്റെ ഫാദറാണ്, R ബാലകൃഷ്ണപിള്ളയാണ്. പിന്നീട് മകനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം എല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തത് അവസാന കാലഘട്ടത്തിൽ. 2 VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദന് കാമപ്രാന്തനാണ് എന്ന് പ്രസംഗിച്ചത് ഗണേഷ് കുമാറാണ്. 3 ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പൊളിറ്റിക്കലി തകർക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഉറപ്പായി മനുഷ്യൻ തകർന്നേനെ. ആ മനുഷ്യൻ അത് ചെയ്തിട്ടില്ല. എന്നിട്ടും ആ മനുഷ്യനോട് ചെയ്യാവുന്ന ക്രൂരതകൾ മുഴുവൻ അദ്ദേഹം ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബമടക്കം ആരോപിക്കുന്നത്. ഇലക്ഷന് തൊട്ട് മുമ്പ് ചാണ്ടി ഉമ്മൻ അവിടെ ഒരു പ്രസംഗം നടത്തുന്നു. പിന്നീട് ചാണ്ടി ഉമ്മൻ അതിനെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്നില്ല. ഉമ്മൻചാണ്ടി വികാരം ആളി കത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മൻ 16-ാം മണ്ഡലത്തിൽ പ്രചരണത്തിലെത്തുന്നു. വീട് കയറി അദ്ദേഹം വോട്ട് ചോദിക്കുന്നു. കൃത്യമായി രാഷ്ട്രീയം പറയുന്നു. പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം പ്രിന്റ് ചെയ്തു വരുന്നു. എല്ലാ ഹോർഡിങ്സുകളിലും സ്ഥാനാർത്ഥിയുടെ ഹോർഡിങ്സുകളെയൊക്കെ കൂടുതൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം മാത്രം, സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു വികാരം പത്രാപുരത്ത് അലതല്ലുകയാണ്. ഇതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ മാസ് എൻട്രി. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട 5 ശിഷ്യന്മാരെ എടുത്താൽ ഇന്നത്തെ കാലത്ത് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. PC വിശ്വനാഥിലൂടെ കൈപിടിച്ച് കയറി വന്ന ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടിയുടെ അതേ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന 2 തരത്തിൽ സംസാരിക്കുന്ന 2 പേരാണ് PC വിശ്വനാഥും ഷാഫി പറമ്പിൽ. 2 റേഞ്ചാണ്. ഒരാൾ ക്രൗഡ് പുള്ളർ ആണെങ്കിൽ മറ്റേയാൾ നയതന്ത്രത്തിലൂടെ രാഷ്ട്രീയത്തെ കൈയാളുന്ന സൗമ്യമായി സംസാരിക്കുന്ന ആളാണ്. ഷാഫിക്ക് കൊടുക്കാനും അറിയാം, സൗമ്യമായി സംസാരിക്കാനും അറിയാം. എന്നിട്ടും ഷാഫിയോട് പ്രസംഗിച്ചില്ല. ഷാഫി വെറുതെ ഒരു വാഹനത്തിൽ കയറി നിന്ന് പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് പത്തനാപുരത്തിന്റെ വീഥികളിലേക്ക് ഇറങ്ങി വന്നത്. കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിനെ ചെക്ക് വെക്കാൻ ആര്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ വിളിച്ചിട്ട് മോഹൻലാൽ വന്നിട്ടുണ്ടാവില്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, വരേണ്ടതാണ്. തൊട്ടപ്പുറത്ത് ചവറയിൽ മോഹൻലാലിന്റെ ഏറ്റവും പ്രിയങ്കരനായ ഷിബു ബേബി ജോൺ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരും 2 മുന്നണിയിലാണ്. ഒരേ ജില്ലയിൽ തന്നെ 2 മുന്നണിയിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പൊരുത്തക്കേടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും. പിന്നെ ഈ പിണറായി വിജയനുമായിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂവിലൊക്കെ മോഹൻലാലിനെ കുറിച്ച് ആരാധകർ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പൊളിറ്റിക്കലി മുന്നോട്ട് വയ്ക്കാൻ അവർക്കൊരു സെലിബ്രിറ്റി ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതെ, അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിന്റെ മുഖമായിട്ടാണ്. വേറെ ആരെ കൊണ്ടുവന്നാലാണ് ഇത്തരത്തിലൊരു റോഡ് ഷോയുടെ? ഷംസീർ വന്നിരുന്നു കേട്ടോ. ഷംസീർ വന്ന് കുടുംബയോഗങ്ങളിൽ പ്രസംഗിച്ചു പോയി. പിന്നുള്ളത് M സ്വരാജാണ്. M സ്വരാജ് വന്നാൽ ഈ ശബരിമലയുമായി അടുത്ത് കിടക്കുന്ന പത്തനാപുരത്ത് എന്ത് സംഭവിക്കും? അതിൽ മറ്റൊരു ചോദ്യവുമുണ്ട്. സ്വന്തം പഞ്ചായത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത ആളാണോ പ്രചാരണത്തിന് വരുന്നതെന്ന് ചോദ്യം ബാക്കിയാണ്. പിണറായി വിജയൻ വന്നു, വലിയ മോശമില്ലാതൊക്കെ അങ്ങ് പോയി, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് ജനത്തെ കൂട്ടണം. ജനത്തെ കൂട്ടാൻ അവർ കണ്ടെത്തിയ വഴിയാണ് വേടൻ. വേടൻ എന്ന് പറയുന്ന കലാകാരനുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടാകുന്ന
സ്ത്രീ ലൈംഗിക വിഷയങ്ങൾ പീഡന പരാതി വേടനുമായും ഗണേഷ് കുമാറുമായും ബന്ധപ്പെടുത്തി ഇങ്ങനെ കണക്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ അതിനെ അങ്ങനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വേടന്റെ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. അവർ തമ്മിലുള്ള ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. നിലപാടുകൾ മാറ്റി പറയുന്നില്ല. ഞാൻ വേടനെ ഒരുപാട് ന്യായീകരിച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്കതിനോട് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് എന്റെ നിലപാടിനെ ഞാൻ മാറ്റി പറയുന്നില്ല. ആ ആംഗിളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേടനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ പത്തനാപുരത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 1000-ലധികം ബൈക്കുകൾ, 500ഓളം ഓട്ടോറിക്ഷകൾ, 500ഓളം കാറുകൾ ഇന്ന് ആ റാലിയിൽ അണിനിരക്കും. ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ജ്യോതിഷം പഠിക്കണ്ട. ഇവരുടെ ഒരു ക്യാമ്പിന്റെ ഒരു രീതി മനസ്സിലാക്കിയാൽ മതി. ഇവരുടെ പ്രചരണത്തിനൊക്കെ പോകുന്ന ഓട്ടോറിക്ഷകളാണ്. കഴിഞ്ഞ തവണയൊക്കെ ഗണേശന്റെ ചിഹ്നം ഓട്ടോറിക്ഷ ആയതുകൊണ്ട് അതിനകത്തൊരു സുഖം ഉണ്ടായിരുന്നു. ഇത്തവണ TV-യാണ്. ഓട്ടോക്കാർക്ക് സുഖമാണ്. ഒരു ദിവസം വെറുതെ രാവിലെ പ്രചരണത്തിന് പോയാൽ 1250 രൂപയാണ് ഒരു ഓട്ടോക്കാരന് കിട്ടുന്നതെന്നാണ് പുറത്തുള്ള പറച്ചിൽ. 250 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ, അല്ലെങ്കിൽ ഗ്യാസ് നിറച്ചാൽ, അല്ലെങ്കിൽ വൈദ്യുതി ഫില്ല് ചെയ്താൽ 1000 രൂപ എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന ഒരു സാഹചര്യം 6000 പോയി പോകും. പക്ഷെ ഈ ഓടുന്ന ഓട്ടോക്കാർ പോലും ഗതാഗത വകുപ്പിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ പല പരിഷ്കരണങ്ങൾ കൊണ്ട് കഞ്ഞിക്കുടി മുട്ടിയവരായതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്നോ അദ്ദേഹത്തിൽ നിന്നോ വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വേടനെ കൊണ്ടുവരുന്നതോടുകൂടി ഗണേശൻ കളം പിടിച്ചു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചേക്കാം. പക്ഷേ വേടൻ പറയുന്ന രാഷ്ട്രീയം എന്താ? ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ ദളിതന്റെ രാഷ്ട്രീയമാണ് വേടൻ പറയുന്നത്. ആ രാഷ്ട്രീയത്തോട് 1% നീതി പുലർത്താൻ സാധിക്കുന്ന ആളാണോ KB ഗണേഷ് കുമാർ എന്ന ചോദ്യം ബാക്കിയാണ്. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും വലതുപക്ഷ ചിന്താഗതിയുമായി പോകുന്ന ഒരാൾ തൻ്റെ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ അച്ഛനെക്കുറിച്ചും കീഴൂട്ട് രാമൻപിള്ള എന്ന് പറയുന്ന വലിയ പ്രമാണിയെക്കുറിച്ചും ആർ ബാലകൃഷ്ണപിള്ളയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന KB ഗണേഷ് കുമാർ, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് ജന്മിത്ത രാഷ്ട്രീയമാണ്. ജന്മിത്തത്തിന്റെയും അഹങ്കാരത്തിന്റെയും രാഷ്ട്രീയമാണ്, ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമല്ല. ആ കാൻഡിഡേറ്റിന് വേണ്ടിയാണ് അരികവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന പാടുന്ന വേടൻ എത്തുന്നത് എന്നൊരു വിരോധാഭാസം അവിടെയുണ്ട്. അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ വേടന് പൈസ കൊടുത്താൽ വേടൻ വരും. വേടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഘപരിവാറുകാരൻ്റെ പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ പോകുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ അവർ വിളിച്ചാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ജീവിക്കാൻ പണം വേണം. ഇപ്പോൾ ഉത്സവ വേദികളിലൊന്നും വേടന് ഷോയിലൊക്കെയാണ്. അപ്പോൾ സാമ്പത്തികം വരണം സ്വാഭാവികമായിട്ടും. അപ്പം ഓടുന്ന വണ്ടിയിലാണ് വേടൻ പാടാൻ പോകുന്നത്. അപ്പോൾ വേടനെ കാണാൻ ആൾ വരും. വേടനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും വരും. ഇനി വേടന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത വലിയൊരു സമൂഹം അവിടെ ഉണ്ടെന്നേ നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. ഒരു വലിയ സമൂഹമുണ്ട്. ശരിയാണ്. ഈ സോഷ്യൽ മീഡിയയിലെ വേടന്റെ പാട്ട് നല്ലതാണ്, വരികൾ നല്ലതാണെന്ന് വലിയൊരു വിഭാഗം പറയുമ്പോഴും ഇതെന്തിനു പറയുന്നു എന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ട്. ആ ഒരു വലിയ വിഭാഗമുള്ള നാടാണ് പത്തനാപുരം. ഇനി കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഒരുപാട് ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്ന വിനീത് വിജയൻ എന്ന് പറയുന്ന എൻ്റെ നാട്ടിലുള്ളൊരു സുഹൃത്ത്. അദ്ദേഹം ഒരു ദളിത് സംഘടനയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ BJP-യിലാണ്. അദ്ദേഹം പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ പോയി. ഈ ഇലക്ഷനോട് കൂടി അദ്ദേഹം BJP-യിൽ പോയ ആളാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ട വേട, പത്തനാപുരം പോലെ ഒരു സ്ഥലത്ത് ഗണേഷ് കുമാർ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാടാൻ നിങ്ങൾ വരരുത്. ഇവിടെയുള്ള കോളനികളിലല്ല, നഗറുകളാണ്. എങ്കിൽ പോലും അത് അങ്ങനെ തന്നെ പറയാം. പേര് മാറ്റിയത് കൊണ്ട് കോളനി അല്ലാതാകുമോ? അവിടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, താഴ്ത്തപ്പെട്ട സമൂഹത്തിൻ്റെ മനുഷ്യർ, ദളിതർ. അവർക്ക് അർഹിക്കുന്ന ഒന്നും കൊടുക്കാതെ, അവരെ പരിഗണിക്കാതെ 25 വർഷക്കാലം പത്തനാപുരത്തെ പ്രതിദാനം ചെയ്തൊരു മാടമ്പിക്ക് വേണ്ടി നിങ്ങൾ പാടാൻ വന്നാൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥം എന്താണ്? ദയവ് ചെയ്ത് വരരുത്. അവർ തരുന്നതിനേക്കാൾ പണം വേണമെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം എന്ന് ചോദിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. വളരെ ഞാൻ വിനീത് വിജയൻ എടുത്ത പല പോസ്റ്റുകളും ഞങ്ങൾ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്തുന്നവരാണ്, കാണുമ്പോൾ സ്നേഹമാണെങ്കിൽ പോലും. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ചിന്തിക്കുന്ന ആ സമൂഹത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. വേടൻ പറയുന്ന രാഷ്ട്രീയത്തിനോട്, വേടനുമായി ബന്ധപ്പെട്ട് വന്ന കേസുകളോടൊക്കെ എതിർപ്പുള്ള വലിയൊരു സമൂഹം അവിടെയുണ്ട്. ഇത് ഗണേഷ് കുമാറിന് ഷാഫി പറമ്പലിന് വെച്ച ചെക്കാണെങ്കിൽ ഷാഫി പറമ്പലിനെ കാണാൻ വന്നവൻ ജ്യോതികുമാർ നോട്ട് ചെയ്യും. അത് കൃത്യമായി അവർ അവിടെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ട ബുള്ളറ്റ് ക്ലബ്ബുകാരെയും ബൈക്ക് ക്ലബ്ബുകാരെയൊക്കെ വിളിച്ച് ഒരു വലിയ ഷോ നടത്തിയത് കൊണ്ട് വോട്ടാകുമെന്ന് ആരും വിചാരിക്കും. സോഷ്യൽ മീഡിയയിൽ സഖാക്കന്മാർക്ക് പറയാം. ഷാഫി പറമ്പിൽ വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അന്ന് വൈകുന്നേരം റോഡ് ഷോ അനൗൺസ് ചെയ്തു. കൂടെ വരുന്നത് ആരാണെന്ന് പറഞ്ഞില്ല. പിന്നീടാണ് വേടന്റെ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ പത്തനാപുരത്ത് വേടനല്ല, പത്തനാപുരത്ത് മരണപ്പെട്ട സാക്ഷാൽ മൈക്കിൾ ജാക്സനെ കൊണ്ടുവന്ന് പാട്ട് പാടിച്ചാലും അത് വോട്ടായി മാറില്ല. ഇത്തവണ പത്തനാപുരത്ത് ഞാൻ പലരും എന്നോട് ചോദിക്കും, രോഹിത് ഈ UDF ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് പത്തനാപുരത്ത്
ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്? അയാൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അയാൾക്കൊപ്പം നിൽക്കുന്ന CPM CPI ഘടകകക്ഷികൾ, അയാൾക്കൊപ്പം നിൽക്കുന്ന സംഘടനകൾ, നിങ്ങൾ ഇതിനെയൊന്നും കാണുന്നില്ലേ? അയാൾ എങ്ങനെയാണ്? അയാൾ നോക്കൂ, അയാൾ വെയിൽ കൊണ്ട് ആളുകൾക്കിടയിൽ ഇറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ നടക്കുന്ന സ്വഭാവത്തിന്റെ പകുതി കഴിഞ്ഞ 5 വർഷം കാണിച്ചിരുന്നെങ്കിൽ KB ഗണേഷ് കുമാർ പുഷ്പം പോലെ ജയിച്ചു പോയത്. അഹങ്കാരവും അഹന്തയും സംസാരത്തിലും പ്രവൃത്തിയിലും കൊണ്ടു നടന്നു, ആരെയും ആക്ഷേപിക്കാമെന്നൊരു ചിന്താഗതിയുമായി നടന്ന ഒരാൾ. പെണ്ണ് കേസൊന്നും അല്ല അവിടെ ചർച്ചയാകാൻ പോകുന്നത്. അവിടെ ചർച്ചയാകാൻ പോകുന്നത് ഇയാളുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളും പ്രവൃത്തികളുമാണ്. അത് സമൂഹത്തിനും മടുത്തിട്ടുണ്ട്. ഇപ്പുറത്തൊരാൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ജനങ്ങളുമായി ഒരു സർവേ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ജനങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? 40% പേർ പറയുന്നത് KB ഗണേഷ് കുമാർ വോട്ട് ചെയ്യും. 30% പേര് പറയുന്നത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വോട്ട് ചെയ്യും. ബാക്കി 30% പേർ പറയുന്നത് ഞങ്ങൾ അഭിപ്രായം പറയില്ല, ഭയമാണ് എന്നാണ്. ആ ഭയം ജ്യോതികുമാർ ചാമക്കാലയ്ക്കുള്ളതാണ്. 60% മെജോറിറ്റിയിലേക്ക് അത് വരും. ഇനി മറ്റൊരു സർവേയിൽ ജനങ്ങളോട് ചോദിച്ചു, കഴിഞ്ഞ തവണ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? അത് KB ഗണേഷ് കുമാറിനാണോ? ഇത്തവണ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? പറയില്ല. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു എന്ന് ചങ്കുറപ്പോട് പറഞ്ഞവർ പറയുന്നു, ഇത്തവണ പറയില്ല. എങ്കിൽ ആ വോട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്കുള്ളതാണ്. കഴിഞ്ഞ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണ്. ഇത്തവണ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? അത് ജ്യോതികുമാർ ചാമക്കാലയ്ക്കാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നവരുടെ എണ്ണവും അവിടെ കൂടുതലാണ്. സ്വാഭാവികമായും നിങ്ങൾ എന്ത് നടത്തിയാലും പത്തനാപുരത്ത് 10,000 ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചിരിക്കും, നിയമസഭയിലേക്ക് പോയിരിക്കും. ഇന്നലെ PV അൻവറിന് ബേപ്പൂരിൽ ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് VD സതീശൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു സർപ്രൈസ് പത്തനാപുരത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.